സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത് കമനീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചിമേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കഥ രണ്ടു പേരുടെ ജീവിത രീതികളെ കാണിക്കുന്നതാണ്. ഒരു കലാകാരന്റെ ഭാവനകൾ എന്താണെന്നും ഒരു കൃഷിക്കാരന് തന്റെ കൃഷിസ്ഥലത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചുമാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. കഥയുടെ പേരാണ് അനുപമം ചിത്രം. ഉപമിക്കാൻ പോലും കഴിയാത്ത വിധം അത്ര ഭംഗിയുള്ള ചിത്രം എന്നാണ് അനുപമം ചിത്രം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശേഷ സഞ്ചികാർത്ഥം ഏകം ചിത്രം ആവശ്യകം ഇത് പത്രം ആഗതമസ്തി. മാസികയുടെ വിശേഷാൽ പതിപ്പിന് വേണ്ടി ഒരു ചിത്രം വേണമെന്ന് കത്ത് വന്നിട്ടുണ്ട്. തദപി ഉച്ചസ്ഥരീയായാഹ മാസികാപത്രികായാഹ സമ്പാദകേന പ്രേഷിതം. അതും വളരെ മികച്ച വളരെ പ്രസിദ്ധമായ ഒരു മാസികയുടെ സമ്പാദകനാൽ അയക്കപ്പെട്ടതാണ് ആ കത്ത്. അതഃ നിതരാം സന്തുഷ്ട അസ്തി കലാകാര. അതുകൊണ്ട് ആ കത്ത് കിട്ടിയ കലാകാരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കലാകാരൻ അതീവ സന്തുഷ്ടനാണ്. വസ്തുതഃ തു ബ്രഹ്മാനന്ദ ഏവ പ്രാപ്ത അസ്തി തേന. ശരിക്കു പറഞ്ഞാൽ ആ കലാകാരൻ പരമാനന്ദത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്താൽ പരമാനന്ദം പ്രാപിക്കപ്പെട്ടു. അനുപമ സുന്ദരിയും ഗ്രാമീണാം തരുണയും യാ ച ആത്മനഃ സൗന്ദര്യസ്യ വിഷയേ അഭിമാനവതി അസ്തി രാജകുമാരഃ കശ്ചിത് പരിണേതും ഇച്ഛതി ചേത് കിം സാ തരുണി ആശ്ചര്യചകിത ആനന്ദനിർഭര ച ന ഭവേത്. തന്റെ സൗന്ദര്യത്തിൽ അഭിമാനിക്കുന്നവളായ ഒരു ഗ്രാമീണ യുവതിയെ ഏതെങ്കിലും ഒരു രാജകുമാരൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ യുവതി ആശ്ചര്യവതിയും അത്യധികം സന്തോഷവതിയും ആകില്ലേ? ഏതസ്യ കലാകാരസ്യ മനഃസ്ഥിതി അപി ഇദാനീം താദൃശീ എവ അസ്തി. ഈ കലാകാരന്റെ മനോവ്യാപാരവും ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് ഉള്ളത്. അതായത് ആ സ്ത്രീ ആശ്ചര്യചകിത ആനന്ദ നിർഭരായ ഒക്കെ ആകൂലേ, അതേപോലെ തന്നെ അത്യധികം സന്തോഷവാനാണ് ഈ കലാകാരനും എന്നാണ് പറയുന്നത്. കൽപ്പനാലോകേ വിഹരതഃ കലാകാരസ്യ നേത്രയോഃ പുരതഃ അത്യുന്നതസ്യ വിശാലസ്യ സൗധസ്യ ചിത്രം ആഗതം. ഭാവനാലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്റെ കണ്ണുകളുടെ മുൻപിൽ വളരെ ഉയരം കൂടിയതും വളരെ വലിയതുമായ ഒരു മണിമാളികയുടെ ചിത്രം വന്നു. കലാകാരഃ സ്വഗതം ഉക്തവ. കലാകാരൻ സ്വയം പറഞ്ഞു, അദ്യ മയാ ഏതാദൃശ സൗധസ്യ നിർമ്മാണാർത്ഥം ആധാരശില സ്ഥാപനീയ അസ്തി. ഈ വിധത്തിലുള്ള മണിമാളിക പണിയുവാനായിട്ട് എന്നാൽ ഇന്ന് തന്നെ തറക്കല്ലിടേണ്ടതുണ്ട്. അനുപമം കിഞ്ചിന ചിത്രം നിർമ്മാതവ്യമായ ഇത്. അതിമനോഹരമായ ഒരു ചിത്രം വരയ്ക്കേണ്ടതും ഉണ്ട് എന്ന് അദ്ദേഹം ചിന്തിച്ചു എന്നാണ് പറയുന്നത്. ആ സൂര്യോദയാത് ആ സായം സർവത്ര അടിത്തവാൻ കലാകാര. സൂര്യൻ ഉദിച്ചപ്പോൾ മുതൽ വൈകുന്നേരം വരെ കലാകാരൻ എല്ലായിടത്തും ചുറ്റിത്തിരിഞ്ഞു. സമുദ്രതീരം ഗത്വാ മൗനം ഉപവിശ്യ സമുദ്രസ്യ ഗാംഭീര്യം തരംഗാണാം ചഞ്ചലതാം ച പശ്യൻ കാലം യാവിതവാൻ സഹ. സമുദ്രതീരത്തേക്ക് ചെന്നിട്ട് മൗനമായി ഇരുന്നിട്ട്, മൗനം എന്ന് പറയുന്നത് മുനിയിൽ നിന്നുണ്ടായ പദമാണ്. അപ്പൊ മൗനിയെ പോലെ മൗനമായിട്ടിരുന്നു കൊണ്ട് സമുദ്രത്തിന്റെ അഗാധതയെയും ഓളങ്ങളുടെ ചാഞ്ചാട്ടത്തെയും കണ്ടുകൊണ്ട് അദ്ദേഹം
സമയം ചിലവഴിച്ചു. കറുത്തപക്ഷേ അഷ്ടമ്യാം രാത്രൗ തേന ചന്ദ്രദർശനം കൃതം. അഷ്ടമി ദിവസത്തിന്റെ രാത്രിയിൽ അദ്ദേഹത്താൽ ചന്ദ്രദർശനം ചെയ്യപ്പെട്ടു. അതായത് അഷ്ടമിക്ക് രാത്രി 12 മണിക്കാണ് ചന്ദ്രൻ ഉദിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കലാകാരൻ അത്ര രാത്രി വരെ ഉറങ്ങാതിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. പർവ്വതശിഖരെ ഉപവിശ്യ സസ്യശ്യാമളാ ഭൂമി അവലോകിത. പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സസ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഭൂമി നിരീക്ഷിക്കപ്പെട്ടു. പ്രകൃതി സമഗ്ര സ്വസൂക്ഷ്മം പരിശീലിത. പ്രകൃതിയെ വളരെ ശ്രദ്ധയോടെ നിരന്തരം നിരീക്ഷിക്കപ്പെട്ടു. തഥാപി ന കോപി തോഷ. എന്നിട്ടും തീരെ സന്തോഷം തോന്നിയില്ല. ന കോപി തൃപ്തി. അല്പം പോലും തൃപ്തിയും ഉണ്ടായില്ല. ബുഭുക്ഷിത ശിശു സഹോദര്യാഹ സഹവാസേന പിതാമഹ്യാഹ ലാലനേന വാ കിം തൃപ്തിം പ്രാപ്നുയ. വിശപ്പുള്ള ഒരു കുഞ്ഞ് സഹോദരിയോടൊപ്പം താമസിച്ചാലോ അച്ചമ്മയുടെ ലാളന കൊണ്ടോ തൃപ്തി ഉണ്ടാകുമോ? ആ കുഞ്ഞിന് അച്ചമ്മയെടുത്ത് ലാളിച്ചാലും എപ്പോഴും സഹോദരി കൂടെ ഇരുന്നാലും തൃപ്തി ഉണ്ടാകുമോ എന്ന്. ഖലു, ഇല്ല അല്ലേ. ജന്മദാത്രി മാതാ യഥാ തം ഉന്നീയ അംഗേ ഉപവേശ്യ ആഞ്ചലേന ആച്ഛാദയതി തഥാ ഏവ കില സത്സതൃപ്തി. ജന്മം കൊടുത്ത അമ്മ അവനെ എടുത്ത് മടിയിലിരുത്തിയിട്ട് സ്വന്തം വസ്ത്രങ്ങൾ കൊണ്ട് മൂടുമ്പോഴല്ലേ അവന് തൃപ്തി ഉണ്ടാകുന്നത്. അതായത് മടിയിലിരുത്തി പാല് കൊടുത്ത് കുട്ടിയുടെ വയറ് നിറയുമ്പോഴല്ലേ കുട്ടിക്ക് തൃപ്തി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. സർവത്ര അടൻ കലാകാര ഗ്രാമപ്രദേശം പ്രാപ്തവൻ. എല്ലായിടത്തും ചുറ്റിക്കറങ്ങിക്കൊണ്ട് കലാകാരൻ ഗ്രാമപ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. ഹോ സൗഭാഗ്യം, ഹോ മഹാഭാഗ്യം. ബുഭുക്ഷിതയാ കലാദൃഷ്ട്യാ മാതൃസന്നിധി പ്രാപ്ത. കലയോടുള്ള ആഗ്രഹത്താലുള്ള വിശപ്പ് കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് എത്തപ്പെട്ടു. കേദാരസ്യ മധ്യേ പാദപഥേ ഗച്ഛൻ കലാകാരഃ ഉഭയതഃ പരിശീലിതവാൻ. വയലിന്റെ ഇടയിലുള്ള വഴിയിലൂടെ പോയിക്കൊണ്ട് കലാകാരൻ രണ്ടു വശവും നിരീക്ഷിച്ചു. ബീജാരോപണം സദ്യഹേവ സമാപ്തം ആസീത്. അടുത്തിടെ തന്നെ വിത്തുകളെല്ലാം മുളച്ചിട്ടുണ്ടായിരുന്നു. പരിതഃ ഹരിദ്വർണ ശുശോഭതേ സ്മ. ചുറ്റിനും പച്ച നിറം കൊണ്ട് അതിമനോഹരമായിരുന്നു. തന്മധ്യേ കലാകാരഃ ഭാവനാപ്രപഞ്ചേ വിഹരൻ മന്ദം പദം നിക്ഷിപൻ അഗ്രേ ഗതവാൻ. ഭാവനാ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ട് കലാകാരൻ പതുക്കെ അടിവെച്ച് മുന്നോട്ട് പോയി. കേദാരേ ബലാകാഹ വൽഗന്ധഃ നൃത്യന്തഃ ച കിമപി ഖാദന്തി സ്മ. വയലിൽ കൊക്കുകൾ ചാടിത്തുള്ളിയും നൃത്തം ചെയ്തുകൊണ്ടും എന്തോ ഭക്ഷിക്കുന്നുണ്ടായിരുന്നു. കാലാനുബദ്ധം ഗച്ഛതാം തേഷാം നൃത്യകൗശലം ദൃഷ്ട്വാ ചിത്രകാരഃ നിതരാം വ്യാമുക്തഃ. താളത്തിനനുസരിച്ച് ചുവട് വയ്ക്കുന്ന അവരുടെ നൃത്തപാടവം കണ്ടിട്ട് ചിത്രകാരൻ അത്യധികം അത്ഭുതമുള്ളവനായി. ഉന്നതാനാം നാരികേല വൃക്ഷാണാം പൃഷ്ഠഭൂമിക. ഉയരമുള്ള തെങ്ങുകളോട് കൂടിയ ഭൂമിയുടെ പശ്ചാത്തലം, അതായത് അതിന്റെ പുറകിൽ വളരെ വളരെ വലിയ തെങ്ങുകളോട് കൂടിയ ഭൂമി ഉണ്ടായിരുന്നു വയലിന് അക്കരെ എന്ന് മനസ്സിലാക്കണം. സദ്യ ഉക്താനാം വ്രീഹീണാം പീതവർണ്ണത. അടുത്ത് തന്നെ വിതച്ച നെല്ലിന്റെ മഞ്ഞ നിറം, അതായത് നെല്ല് പാടത്ത് വിതച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ മഞ്ഞ നിറം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. തന്മധ്യേ ശ്വേതാനാം ബലാകാനാം പങ്ക്തി. അതിനിടയിൽ വെളുത്ത കൊക്കുകളുടെ കൂട്ടം. അഹോ സൗന്ദര്യം, ഹോ എന്തൊരു സൗന്ദര്യമാണ്. കീദൃശം മനോഹരം ദൃശ്യമിതം. എന്തൊരു മനോഹരമായ ദൃശ്യമാണിത്. യദി അഹം കവിഹി സ്യാം. ഞാൻ ഒരു കവിയായിരുന്നെങ്കിലോ. നിരാഗസേ ആകാശേ ശോഭമാനാനാം നക്ഷത്രാണാം രാശി. തെളിഞ്ഞ ആകാശത്തിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടം. അഥവാ തന്വങ്ക്യ ആഞ്ചലാന്തരിത ചാക്യചക്യയുക്ത മൗക്തികഹാര. അല്ലെങ്കിൽ സുന്ദരിയാൽ തന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മുത്തുമാല. ഏവം ബഹ്വയഃ കൽപ്പനാഹ കലാകാരസ്യ മനസ്സി ആഗതാഹ. ഈ വിധം ധാരാളം ഭാവനകൾ കലാകാരന്റെ മനസ്സിൽ ഉടലെടുക്കപ്പെട്ടു. പാദശബ്ദഃ ശ്രുതഃ ചേത് ബലാകാഹ ഭീത്യ
ഉഡ്ഡയനം കൃത്വാ ഗച്ഛേയുः ഇതി ചിന്തയൻ സഹ ഗമനം സ്ഥഗിതവാൻ. കാലടി ഒച്ച കേട്ടാൽ കൊക്കുകൾ പേടിച്ച് പറന്നു പോയാലോ എന്ന് ചിന്തിച്ച അദ്ദേഹം തന്റെ പോക്ക് നിർത്തിവെച്ചു. അതായത് മുമ്പോട്ട് പോയില്ല, അവിടെ തന്നെ നിന്നു എന്ന് മനസ്സിലാക്കണം. തസ്യ മനസ്സിൽ വിചാരഃ ഉത്പന്നഃ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തകൾ ഉടലെടുത്തു. ഏതത് സുന്ദരം ദൃശ്യം അഹം യതി ചിത്രയിതും ശക്നുയാം തർഹി വരം അഭവിഷ്യത്. ഈ മനോഹരമായ കാഴ്ചയെ എനിക്ക് ചിത്രീകരിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ അങ്ങേയറ്റം ഭാഗ്യമായിരുന്നു. മോഹകാഹ പക്ഷിണഃ. മോഹിപ്പിക്കുന്ന പക്ഷികൾ. തേഷാം രമണീയ ഗതി. അവയുടെ സുന്ദരമായ ചലനം. രമണീയ പരിസരഃ. അതിമനോഹരമായ പരിസരങ്ങൾ. ഏതത് സർവം യതി അഹം ചിത്രേ രൂപയിതും ശക്നുയാം തർഹി യത് ചിത്രം അപൂർവം ഭവേത്. ഇവയെല്ലാം എനിക്ക് ചിത്രത്തിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ആ ചിത്രം ഒരു അപൂർവ ചിത്രം തന്നെ ആയേക്കാം. അതിസുന്ദരം ശിശും ദൃഷ്ട്വാ വ്യാമുഗ്ധ ബന്ധ്യ ഇവ തിഷ്ഠൻ സഹ ചിത്രകാരഃ ലുബ്ധദൃഷ്ട്യാ സർവം പശ്യനസ്തി. അതിസുന്ദരനായ കുഞ്ഞിനെ കണ്ടിട്ട് അതിശയിച്ച വന്ധ്യയായ എന്ന് പറഞ്ഞാല് കുട്ടികൾ ഉണ്ടാകാത്ത സ്ത്രീയെ പോലെ ഇരുന്നു കൊണ്ട് ചിത്രകാരൻ ആർത്തിയോടെ എല്ലാം കാണുന്നുണ്ട്. ഹോ 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 ഇത്യേതേന കസ്യചിത് ആക്രോശേന ചിത്രകാരസ്യ തന്മയത ഭഗ്ന. ഹലോ 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 എന്ന് ആരുടെയോ അലർച്ച കേട്ടപ്പോൾ ചിത്രകാരന്റെ ഏകാന്തതയ്ക്ക് ഭംഗമുണ്ടായി. കൗപീനധാരി കശ്ചന കൃഷികഃ ബലാകാൻ അപസാരയൻ ചിത്രകാര സമീപം ആഗതവാൻ. മുഷിഞ്ഞ കീറമുണ്ടെടുത്ത ഏതോ ഒരു കൃഷിക്കാരൻ കൊക്കുകളെ തുരത്തി ഓടിച്ചുകൊണ്ട് ചിത്രകാരന്റെ സമീപത്തേക്ക് വന്നു. ധ്യാനഭംഗം കൃതവന്തം കൃഷികം കോപേന പശ്യൻ ചിത്രകാരഃ ഉക്തവാൻ. അയ്യേ മൂർഖ മന്ദബുദ്ധേ. തന്റെ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്തിയ കൃഷിക്കാരനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചിത്രകാരൻ പറഞ്ഞു, അല്ലയോ മഠയ വിഡ്ഢി എന്നൊക്കെ ചിത്രകാരൻ കൃഷിക്കാരനെ വിളിച്ചെന്ന് ആണ് പറയുന്നത്. ഇനി അതിന്റെ മറുപടിയായിട്ട് കൃഷിക്കാരൻ ചോദിക്കുകയാണ്, കിം അഹം മൂർഖ. ഞാൻ വിഡ്ഢിയാണോ? ആം അഹം മൂർഖ. അതെ, ഞാൻ വിഡ്ഢി തന്നെയാണ്. ഭവാൻ തു മഹാബുദ്ധിമാൻ. താങ്കൾ മഹാബുദ്ധിശാലിയാണല്ലോ. ബലാകാഹ രമണീയതയാ ഉപവിഷ്ടാഹ ആസൻ. അഹോ രമണീയം ദൃശ്യം. കൊക്കുകൾ വളരെ ഭംഗിയുള്ള രീതിയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. എന്തൊരു മനോഹരമായ ദൃശ്യമായിരുന്നു അത്. അപ്പൊ കൃഷിക്കാരൻ പറയണ, ആം ആം ഛായാചിത്രാർത്ഥം ഉപവിഷ്ടാഹ ധനികപുത്രാഹ ഇവ. അതെ അതെ, പണക്കാരന്റെ പുത്രന്മാരെന്ന പോലെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുകയായിരുന്നില്ലേ ആ പക്ഷികൾ എന്ന്. ആ പക്ഷികള് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ഇരിക്കണ പോലെ ഇരിക്കുകയായിരുന്നു. അഹം ഏതേഷാം പക്ഷിനാം ചിത്രം ലേഖിതും ഇഷ്ടവാൻ ആസം. ഞാൻ ഈ പക്ഷികളുടെ ചിത്രം വരയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. തഥാ പ്രായഃ ചിത്രം തു രമണീയം അഭവിഷ്യത്. എങ്കിൽ ആ ചിത്രം വളരെ മനോഹരമായ ചിത്രമാകുമായിരുന്നു. പരന്തു മമ പുത്രാണാം ഗതിഹിതു കഷ്ടകരി അഭവിഷ്യത്. എന്നാൽ എന്റെ പുത്രന്മാരുടെ ഗതിയാകട്ടെ വളരെ പരിതാപകരവും ആകുമായിരുന്നു. തേ നിരാഹാരതയാ മൃതാഹ അഭവിഷ്യൻ. അവർ ആഹാരം കിട്ടാതെ മരിച്ചു പോകുമായിരുന്നു. ചിത്രകാരഃ ആശ്ചര്യേണ കൃഷികം ദൃഷ്ടവാൻ. ചിത്രകാരൻ ആശ്ചര്യത്തോടെ കർഷകനെ നോക്കി. കലായാഹ പ്രേരണാഭൂതാനാം ബലാകാനാം ഏതസ്യ മൂർഖസ്യ കൃഷികസ്യ പുത്രാണാം മരണസ്യ ച കഃ സംബന്ധഃ ഇത് ന ജ്ഞാതവാൻ സഹ ചിത്രകാരഃ. കലയുടെ പ്രേരണയ്ക്ക് കാരണക്കാരായ കൊക്കുകളും വിഡ്ഢിയായ കൃഷിക്കാരന്റെ പുത്രന്മാരുടെ മരണവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ആ ചിത്രകാരൻ അറിഞ്ഞില്ല. ഭവതഃ തു ഭ്രാന്തിഃ ഇത് കൃഷികം ഉക്തവാൻ ചിത്രകാരഃ. ഹേ, താങ്കൾക്ക് തെറ്റിദ്ധാരണയാണ് എന്ന് ചിത്രകാരൻ കർഷകനോട് പറഞ്ഞു. ഭ്രാന്തിഹി മമന അഭിതു ഭവതഃ ഏവ. തെറ്റിദ്ധാരണ എനിക്കല്ല, മറിച്ച് താങ്കൾക്കാണ് തെറ്റിദ്ധാരണ. ഉക്താനി ബീജാനി ഖാദതഃ ബലാകാൻ ഏതാവത് പര്യന്തം പശ്യൻ സ്ഥിതവാൻ ഖലു ഭവാൻ. മുളച്ചു വരുന്ന വിത്തുകളെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന പക്ഷികളെ ഈ സമയം വരെയും താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അഹോ ബുദ്ധിമത്താ ഭവതഃ. എന്തൊരു ബുദ്ധിമാനാണ് താങ്കൾ. ബലാകാഹ ന ബീജാനി ഖാദന്തഃ ആസൻ അപിതു
മമ ജീവനാധാരം ഏവ ഖാദന്തഃ ആസൻ. ആ കൊക്കുകൾ മുളച്ച വിത്തുകളെ ആയിരുന്നില്ല കഴിച്ചുകൊണ്ടിരുന്നത്, മറിച്ച് എന്റെ ജീവിതത്തിന്റെ ആധാരമായ വസ്തുക്കളെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഭവാൻ തു തേഷാം അപസാരണേ പ്രയത്നം കിം ഇച്ഛാം അഭിനകൃതവാൻ. താങ്കൾ അവയെ ഓടിച്ചതുമില്ല, എന്നാൽ ഓടിക്കുവാനായിട്ട് ആഗ്രഹിച്ചു പോലുമില്ല. ഹ്യഹ ഏവ മയാ ബീജാനി ഉക്താനി. ഇന്നലെയാണ് ഞാൻ വിത്തുകളെ എല്ലാം വിതച്ചത്. ബലഗാഹ ഉക്താനി സർവാണി ബീജാനി ഖാദന്തി ചെയ്ത് കുതോ വാ സസ്യസമൃദ്ധി ഫലോദേഹ വാ. വിതയ്ക്കുന്ന വിത്തുകളെല്ലാം കൊക്കുകൾ ഭക്ഷിക്കുകയാണെങ്കിൽ സസ്യവിളകൾ എങ്ങനെ ഉണ്ടാകും? വിനാ ഫലോദയം കഥം വ ആഹാര. വിള കിട്ടാതെ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാവുക? നിരാഹാരാണാം പുത്രാണാം താവത് മരണം ഏവ ശരണം ഖലു. ആഹാരമില്ലാതെ പുത്രന്മാരുടെ മരണം മാത്രമല്ലേ ശരണമായിട്ടുള്ളൂ. ഇതാണ് കഥ. അത് കഴിഞ്ഞിട്ട് വിശേഷാംഗേ തേന ചിത്രകാരേണ ചിത്രിതസ്യ സൗധസ്യ കേദാരസ്യ അനുപമം ചിത്രം പ്രകാശിതം ആസീത്. മാസികയുടെ വിശേഷാൽ പതിപ്പിൽ ഇതേ ചിത്രകാരനാൽ തന്നെ ചിത്രീകരിക്കപ്പെട്ട അതേ വയലിന്റെ അതിസുന്ദരമായ ചിത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. കിന്തു തസ്മിൻ ചിത്രേ ബലാഗാഹ സർവേ കേദാരേ ഉപവിശ്യ ബീജാനി ഖാദന്തഃ ന ആസൻ അപിതു ആകാശേ സലീലം ഡയമാനാഹ ആസൻ. എന്നാൽ ആ ചിത്രത്തിൽ കൊക്കുകൾ എല്ലാം വയലിൽ ഇരുന്നു കൊണ്ട് വിത്തുകളെ കഴിക്കുകയായിരുന്നില്ല, മറിച്ച് തെളിഞ്ഞ ആകാശത്തിൽ പറക്കുകയായിരുന്നു. അപ്പോ ചിത്രകാരൻ തന്റെ ഭാവന ഒന്ന് മാറ്റിയിട്ട് കൊക്കുകള് പറക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ചിത്രം വരച്ചു. ആ ചിത്രം വളരെ മനോഹരമായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് വ്യാകരണാംശങ്ങൾ നോക്കാം. അനുപമം അകാരാന്തഃ നപുംസകലിംഗഃ അനുപമ ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ചിത്രം അകാരാന്തഃ നപുംസകലിംഗഃ ചിത്രശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. വിശേഷ സഞ്ചികാർത്ഥം അകാരാന്ത സ്ത്രീലിംഗഃ വിശേഷ സഞ്ചികാ ശബ്ദഃ അർത്ഥശബ്ദേന സഹ ചതുർത്ഥേ അർത്ഥേ പ്രയോഗഃ. ഏകം അകാരാന്തഃ നപുംസകലിംഗഃ ഏക സംഖ്യാശബ്ദഃ പ്രഥമാ വിഭക്തിഃ നിത്യ ഏകവചനം. ആവശ്യകം അകാരാന്തഃ നപുംസകലിംഗഃ ആവശ്യക ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ഇതി അവ്യയം. പത്രം അകാരാന്തഃ നപുംസകലിംഗഃ പത്രശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ആഗതം ആങ് ഉപസർഗഃ ഗം ധാതുഃ തപ്രത്യയഃ നപുംസകലിംഗഃ ആഗത ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. അസ്തി അസ്ഥാതുഃ ലട്ലകാരഃ പ്രഥമപുരുഷ ഏകവചനം. തദപി അവ്യയം. ഉച്ചസ്ഥരീയായാഃ ആകാരാന്തഃ സ്ത്രീലിംഗഃ ഉച്ചസ്ഥരീയാ ശബ്ദഃ ഷഷ്ഠീ വിഭക്തിഃ ഏകവചനം. മാസപത്രികായാഃ ആകാരാന്തഃ സ്ത്രീലിംഗഃ മാസപത്രികാ ശബ്ദഃ ഷഷ്ഠീ വിഭക്തിഃ ഏകവചനം. സമ്പാദകേന അകാരാന്തഃ പുല്ലിംഗഃ സമ്പാദക ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ഏകവചനം. പ്രേഷിതം പ്ര ഉപസർഗഃ ഏഷ് ധാതുഃ തപ്രത്യയഃ നപുംസകലിംഗഃ പ്രേഷിത ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. അതഃ അവ്യയം. നിതരാം അവ്യയം. സന്തുഷ്ടഃ സമ ഉപസർഗഃ തുഷ് ധാതുഃ തപ്രത്യയഃ പുല്ലിംഗഃ സന്തുഷ്ട ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. കലാകാരഃ അകാരാന്തഃ പുല്ലിംഗഃ കലാകാര ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. വസ്തുതഃ അവ്യയം. തു അവ്യയം. ബ്രഹ്മാനന്ദഃ അകാരാന്തഃ പുല്ലിംഗഃ ബ്രഹ്മാനന്ദ ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. ഏവ അവ്യയം. പ്രാപ്തഃ പ്ര ഉപസർഗഃ ആപ് ധാതുഃ തപ്രത്യയഃ പുല്ലിംഗഃ പ്രാപ്ത ശബ്ദഃ പ്രഥമാ വിഭക്തിഃ ഏകവചനം. തേന ദകാരാന്തഃ പുല്ലിംഗഃ തദ് സർവനാമ ശബ്ദഃ തൃതീയ വിഭക്തിഃ ഏകവചനം. അനുപമ സുന്ദരീം ഈകാരാന്തഃ സ്ത്രീലിംഗഃ അനുപമ സുന്ദരീ ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ഏകവചനം. ഗ്രാമീണാം ആകാരാന്തഃ സ്ത്രീലിംഗഃ ഗ്രാമീണ ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ഏകവചനം. തരുണീം ഈകാരാന്തഃ സ്ത്രീലിംഗഃ തരുണീ ശബ്ദഃ ദ്വിതീയ വിഭക്തിഃ ഏകവചനം. യാ ദകാരാന്തഃ സ്ത്രീലിംഗഃ
यद् सर्वनामशब्दः प्रथमा विभक्तिः एकवचनं च अव्ययम् आत्मनः नकारान्तः पुल्लिङ्गः आत्मन् शब्दः षष्ठी विभक्तिः एकवचनं सौन्दर्यस्य अकारान्तः नपुंसकलिङ्गः सौन्दर्यशब्दः षष्ठी विभक्तिः एकवचनं विषये अकारान्तः पुल्लिङ्गः विषयशब्दः सप्तमी विभक्तिः एकवचनम् अभिमानवती ईकारान्तः स्त्रीलिङ्गः तद्धित वतुप् प्रत्ययമാണ് अभिमानवती शब्दः प्रथमा विभक्तिः एकवचनं राजकुमारः अकारान्तः पुल्लिङ्गः राजकुमारशब्दः प्रथमा विभक्तिः एकवचनं कश्चित् अव्ययं परिणेतु परि उपसर्गः नी धातुः तुमुन् प्रत्ययः अव्ययम् इच्छति इष धातुः लट् लकारः प्रथमपुरुष एकवचनं चेद् अव्ययं किं मकारान्तः पुल्लिङ्गः किं सर्वनामशब्दः प्रथमा विभक्तिः एकवचनं सा लकारान्तः स्त्रीलिङ्गः तद् सर्वनामशब्दः प्रथमा विभक्तिः एकवचनं तरुणी ईकारान्तः स्त्रीलिङ्गः तरुणी शब्दः प्रथमा विभक्तिः एकवचनम् आश्चर्यचकिता आकारान्तः स्त्रीलिङ्गः आश्चर्यचकिता शब्दः प्रथमा विभक्तिः एकवचनम् आनन्दनिर्भरा आकारान्तः स्त्रीलिङ्गः आनन्दनिर्भरा शब्दः प्रथमा विभक्तिः एकवचनं न अव्ययम् भवेद् भूधातुः विधिलिङ्गलकारः प्रथमपुरुष एकवचनम् एतस्य दकारान्तः पुल्लिङ्गः एतद् सर्वनामशब्दः षष्ठी विभक्तिः एकवचनं कलाकारस्य अकारान्तः पुल्लिङ्गः कलाकारशब्दः षष्ठी विभक्तिः एकवचनं मनः स्थितिः इकारान्तः स्त्रीलिङ्गः मनः स्थितिशब्दः प्रथमा विभक्तिः एकवचनम् अपि अव्ययम् इदानीम् अव्ययम् तादृशी ईकारान्तः स्त्रीलिङ्गः तादृशी शब्दः प्रथमा विभक्तिः एकवचनं कल्पनालोके अकारान्तः पुल्लिङ्गः कल्पनालोकशब्दः सप्तमी विभक्तिः एकवचनं विहरदः वि उपसर्गः हृ धातुः शत्रन्दं तकारान्तः पुल्लिङ्गः विहरद शब्दः षष्ठी विभक्तिः एकवचनं नेत्रयोः कारान्तः नपुंसकलिङ्गः नेत्रशब्दः सप्तमी विभक्तिः द्विवचनं पुरतः अव्ययम् अत्युन्नतस्य अकारान्तः पुल्लिङ्गः अत्युन्नतशब्दः षष्ठी विभक्तिः एकवचनं विशालस्य अकारान्तः पुल्लिङ्गः विशालशब्दः षष्ठी विभक्तिः एकवचनं सौधस्य अकारान्तः पुल्लिङ्गः सौधशब्दः षष्ठी विभक्तिः एकवचनं कलाकारः अकारान्तः पुल्लिङ्गः कलाकारशब्दः प्रथमा विभक्तिः एकवचनं स्वगतम् अकारान्तः नपुंसकलिङ्गः स्वगतशब्दः प्रथमा विभक्तिः एकवचनं उक्तवान् वच धातुः तवदु प्रत्ययः उक्तवत् शब्दः प्रथमा विभक्तिः एकवचनम् अद्य अव्ययम् मम दकारान्तः स्त्रीलिङ्गः अस्मद् सर्वनामशब्दः षष्ठी विभक्तिः एकवचनम् एतादृशसौधस्य अकारान्तः पुल्लिङ्गः एतादृशसौधशब्दः षष्ठी विभक्तिः एकवचनं निर्माणार्थं निर्माणशब्देन सह अर्थशब्दस्य योजनं कृत्वा चतुर्थी विभक्त्यर्थे प्रयोगः आधारशिला आकारान्तः स्त्रीलिङ्गः आधारशिला शब्दः प्रथमा विभक्तिः एकवचनं स्थापनीया आकारान्तः स्त्रीलिङ्गः स्थापनीया शब्दः प्रथमा विभक्तिः एकवचनं किञ्चन अव्ययम् निर्मातव्यम् निर उपसर्गः मा धातुः तव्यत् प्रत्ययः निर्मातव्य शब्दः नपुंसकलिङ्गः प्रथमा एकवचनं मया दकारान्तः स्त्रीलिङ्गः अस्मद् सर्वनामशब्दः तृतीया विभक्तिः एकवचनं आ अव्ययम् सूर्योदयात् अकारान्तः पुल्लिङ्गः सूर्योदयशब्दः पञ्चमी विभक्तिः एकवचनं सायम् अव्ययम् सर्वत्र अव्ययम् अटितवान् अट् धातुः तवदु प्रत्ययः अटितवत् शब्दः पुल्लिङ्गः समाविभक्तिः एकवचनं समुद्रतीरम् अकारान्तः नपुंसकलिङ्गः समुद्रतीरशब्दः द्वितीया विभक्तिः एकवचनं गत्वा गम् धातुः त्वान्तम् अव्ययम् मौनम् अकारान्तः नपुंसकलिङ्गः मौनशब्दः द्वितीया विभक्तिः एकवचनम् उपविश्य उप उपसर्गः विश्व धातुः लबन्तम् अव्ययम् समुद्रस्य अकारान्तः
पुल्लिङ्गः समुद्रशब्दः षष्ठी विभक्तिः एकवचनं। गाम्भीर्यम् अकारान्तः नपुंसकलिङ्गः गाम्भीर्यशब्दः द्वितीया विभक्तिः एकवचनं। तरङ्गाणाम् अकारान्तः पुल्लिङ्गः तरङ्गशब्दः षष्ठी विभक्तिः बहुवचनं। चञ्चलताम् अकारान्तः स्त्रीलिङ्गः चञ्चलता शब्दः द्वितीया विभक्तिः एकवचनं। पश्यन् दृश्यधातुः शत्रप्रत्ययः पश्यत् शब्दः पुल्लिङ्गः प्रथमा विभक्तिः एकवचनं। कालम् अकारान्तः पुल्लिङ्गः कालशब्दः द्वितीया विभक्तिः एकवचनं। यापितवान् या धातुः तवदु प्रत्ययः निजन्तरूपं यापितवत् शब्दः पुल्लिङ्गः प्रथमा विभक्तिः एकवचनं। सः दकारान्तः पुल्लिङ्गः तद् सर्वनामशब्दः प्रथमा विभक्तिः एकवचनं। कृष्णपक्षे अकारान्तः पुल्लिङ्गः कृष्णपक्षशब्दः सप्तमी विभक्तिः एकवचनं। अष्टम्याम् ईकारान्तः स्त्रीलिङ्गः अष्टमी शब्दः सप्तमी विभक्तिः एकवचनं। रात्रौ इकारान्तः स्त्रीलिङ्गः रात्रिशब्दः सप्तमी विभक्तिः एकवचनं। चन्द्रदर्शनम् अकारान्तः पुल्लिङ्गः चन्द्रदर्शनशब्दः प्रथमा विभक्तिः एकवचनं। कृतं कृधातुः तप्रत्ययः कृत् शब्दः नपुंसकलिङ्गः प्रथमा विभक्तिः एकवचनं। पर्वतशिखरे अकारान्तः पुल्लिङ्गः पर्वतशिखरशब्दः सप्तमी विभक्तिः एकवचनं। उपविश्य उप उपसर्गः विश्वधातुः लबन्धम् अव्ययम्। सस्यश्यामला आकारान्तः स्त्रीलिङ्गः सस्यश्यामला शब्दः प्रथमा विभक्तिः एकवचनं। भूमिः इकारान्तः स्त्रीलिङ्गः भूमिशब्दः प्रथमा विभक्तिः एकवचनम्। अवलोकिता अव उपसर्गः लोक धातुः तप्रत्ययः अवलोकिता शब्दः आकारान्तः स्त्रीलिङ्गः प्रथमा विभक्तिः एकवचनं। प्रकृतिः इकारान्तः स्त्रीलिङ्गः प्रकृतिशब्दः प्रथमा विभक्तिः एकवचनं। समग्रा आकारान्तः स्त्रीलिङ्गः समग्रा शब्दः प्रथमा विभक्तिः एकवचनं। सुसूक्ष्मम् अकारान्तः नपुंसकलिङ्गः सुसूक्ष्मशब्दः प्रथमा विभक्तिः एकवचनं। परिशीलिता परि उपसर्गः शीलधातुः तप्रत्ययः परिशीलिता शब्दः आकारान्तः स्त्रीलिङ्गः प्रथमा विभक्ति एकवचनं। तथापि अव्ययम् कोऽपि अव्ययम्। तृप्तिः इकारान्तः स्त्रीलिङ्गः तृप्तिशब्दः प्रथमा विभक्तिः एकवचनं। बुभुक्षितः अकारान्तः पुल्लिङ्गः बुभुक्षितशब्दः प्रथमा विभक्तिः एकवचनं। शिशुः उकारान्तः पुल्लिङ्गः शिशुशब्दः प्रथमा विभक्तिः एकवचनं। सहवासेन अकारान्तः पुल्लिङ्गः सहवासशब्दः तृतीया विभक्तिः एकवचनं। पितामह्याः ईकारान्तः स्त्रीलिङ्गः पितामही शब्दः षष्ठी विभक्तिः एकवचनं। लालनेन अकारान्तः नपुंसकलिङ्गः लालनशब्दः तृतीया विभक्तिः एकवचनं। वा अव्ययम्। किम् मकारान्तः नपुंसकलिङ्गः किं सर्वनामशब्दः प्रथमा विभक्तिः एकवचनं। तृप्तिम् इकारान्तः स्त्रीलिङ्गः तृप्तिशब्दः तृतीया विभक्तिः एकवचनं। प्राप्नुयात् आप् धातुः विधिलिङ्गलकारः प्रथमपुरुष एकवचनं। खलु अव्ययम्। जन्मदात्री ईकारान्तः स्त्रीलिङ्गः जन्मदात्री शब्दः प्रथमा विभक्तिः एकवचनं। माता ऋकारान्तः स्त्रीलिङ्गः मातृशब्दः प्रथमा विभक्तिः एकवचनं। यदा अव्ययम्। तम् दकारान्तः पुल्लिङ्गः तद् सर्वनामशब्दः द्वितीया विभक्तिः एकवचनम्। उन्नीय उत्त उपसर्गः नी धातुः लबन्धम् अव्ययम्। अङ्गे अकारान्तः पुल्लिङ्गः अङ्गशब्दः सप्तमी विभक्तिः एकवचनम्। उपवेश्य उप उपसर्गः विश्वधातुः लबन्धम् अव्ययम्। आञ्चलेन अकारान्तः पुल्लिङ्गः आञ्चलशब्दः तृतीया विभक्तिः एकवचनम्। आच्छादयति आङ् उपसर्गः शब्द धातुः लट् लकारः समपुरुष एकवचनं। तदा अव्ययम् एव अव्ययम् किल अव्ययम्। तस्य दकारान्तः पुल्लिङ्गः तद् सर्वनामशब्दः षष्ठी विभक्तिः एकवचനം. കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ധന്യവാദः.